നമസ്കാരം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറെ സവിശേഷതയുള്ള ഒരു രാജ്യമാണ് എത്യോപ്യ. ആഫ്രിക്കയിലെ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങളും തന്നെ അധികമില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് എത്യോപ്യ. അവിടെയും ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആഫ്രിക്കയിലെ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ശാന്തമായ ഒരു രാജ്യമാണ് എത്യോപ്യ. കേരളവുമായി പോലും എത്യോപ്യയ്ക്ക് ഒരു വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു കാലത്ത് എത്യോപ്യയിൽ ഏറ്റവും അധികം അധ്യാപകരായി ജോലി ചെയ്തിരുന്നത് മലയാളികളാണ്. എത്യോപ്യയിലെ വലിയൊരു തലമുറയെ അറിവിൻ്റെ ലോകത്തേക്ക് എത്തിച്ചവരിൽ മലയാളികൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം എത്യോപ്യ പോലും നിഷേധിക്കുകയില്ല. എത്യോപ്യയിലെ രാജാവായിരുന്ന ഹേലി സെലാസി ഒരു കാലഘട്ടത്തിൽ കേരളവും സന്ദർശിച്ചിരുന്നു. ഇന്ത്യ സന്ദർശിച്ച കൂട്ടത്തിൽ അദ്ദേഹം കേരളവും ഉൾപ്പെടുത്തിയിരുന്നു. കാരണം കേരളവുമായുള്ള ഈ ഒരു രീതിയിലുള്ള ബന്ധം എത്യോപ്യക്കാർ എന്നും നന്ദിയോടെ തന്നെയാണ് ഓർക്കാറുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡമാണ്, വലിയ ഭീകരമായ ലോകമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് എത്രയോ പേരാണ് അധ്യാപകരായി അവിടെ എത്തി അവിടുത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരുടെ നിലവാരം ഉയർത്തിയത് എന്നുള്ള കാര്യം എന്ന് എത്യോപ്യ നന്ദിയോടെ തന്നെ ഓർക്കുന്നൊരു സ്ഥലമാണ്. എത്യോപ്യ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് അവിടെ ഉയരാൻ പോകുന്ന പുതിയ വിമാനത്താവളത്തിൻ്റെ പേരിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഇപ്പോൾ എത്യോപ്യയിൽ ഉയരാൻ പോകുന്നത്. 12.5 ബില്യൺ ഡോളറാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 2030 ഇതിൻ്റെ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളാണ് ഇതിൻ്റെ തറക്കല്ലിടലും മറ്റും നടന്നിരുന്നത്. എത്യോപ്യൻ എയർലൈൻസ് തന്നെയാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. എത്യോപ്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാത്രമല്ല, ഈ വിമാനത്താവളം ഇവിടെ വരുന്നതിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്കായി പ്രത്യേക പുനരധിവാസ സംവിധാനവും ഒരുക്കി കഴിഞ്ഞു എന്നാണ് എത്യോപ്യൻ എയർലൈൻസ് അറിയിക്കുന്നത്. അത് വളരെ ശുഭകരമായൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ പേരിൽ ആളുകളെ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ ആകട്ടെ കൃത്യമായി അവരെ എവിടെയാണ് താമസിപ്പിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും അങ്ങനെ അവരെല്ലാം അവിടെ കുടിയൊഴിപ്പിച്ച് പാർപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എത്യോപ്യൻ എയർലൈൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഏതാണ്ട് 21,000-ഓളം ജീവനക്കാരുള്ള ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നാണ് എത്യോപ്യൻ എയർലൈൻസ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എത്രയോ രാജ്യങ്ങളിലേക്കും അതുപോലെ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഈ കമ്പനി വിമാന സർവീസ് നടത്തേണ്ട ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിമാനങ്ങൾ ധാരാളമായി എത്യോപ്യൻ എയർലൈൻസിന് സ്വന്തമായിട്ടുണ്ട്. അതിനിടയിലാണ് അവർ ഒരു പുതിയ സംരംഭവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2030 ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 60 ദശലക്ഷം യാത്രക്കാരെ ഈ വിമാനത്താവളത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ 110 ദശലക്ഷം യാത്രക്കാർ ഒരു വർഷം ഇതുവഴി കടന്നു പോകും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഈ വിമാനത്താവളത്തിന് മറ്റൊരു പ്രത്യേകത 270ഓളം വിമാനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിമാനത്താവളത്തിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കിട്ടുന്ന ഒരു വിവരണമാണ് ഇത്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും മറ്റുമൊക്കെ തന്നെ ഇപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിമാനത്താവളം എത്രത്തോളം ബൃഹത്തായതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ വിമാന കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനി എന്നുള്ള നിലയിൽ എത്യോപ്യൻ എയർലൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ നേട്ടമാണ് എന്നാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി വരെ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തിന് അങ്ങേയറ്റം അഭിമാനം പകരുന്ന ഒന്നായി ഈ വിമാനത്താവളം മാറും എന്നാണ് അവരുടെ പ്രതീക്ഷയും. ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് പൊതുവെ നമുക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ തന്നെ മാറ്റുന്ന രീതിയിൽ ആദ്യ കാലഘട്ടം മുതൽ തന്നെ പ്രവർത്തിച്ച ഒരു രാജ്യമാണ് എത്യോപ്യ. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഇനി സ്വന്തം എന്ന ഈ എത്യോപ്യയുടെ ഈ ഒരു ബഹുമതിയും എത്യോപ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യമായി മാറുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള എത്രയോ പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മുതൽ അങ്ങോട്ടുള്ള യാത്ര കൂടുതൽ സുഗമമാവാൻ ഇത് ഏറെ സഹായിക്കും. തലസ്ഥാനമായ അഡിസ് അബാബയിൽ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്ററോളം മാറിയാണ് ഈ പുതിയ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എങ്കിലും അവിടേക്കുള്ള എല്ലാവിധ യാത്രാ സംവിധാനങ്ങളും ഒരുക്കാനുള്ള നീക്കങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്.